നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മുന്നിലുള്ളത് വലിയ ഒരു ടാർഗറ്റാണ്. ഒറ്റയ്ക്ക് 370 സീറ്റുകൾ നേടി NDA സഖ്യത്തെ 400 കടത്തുക എന്ന ഏറ്റവും വലിയ ടാർഗറ്റ്. കഴിഞ്ഞ തവണ നമുക്കറിയാം 303 സീറ്റുകളാണ് ബി.ജെ.പി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊയ്തെടുത്തത്. 37.36% വോട്ട് വിഹിതവും സ്വന്തമാക്കി. പക്ഷേ ഈ 303-ൽ നിന്നും 370-ലേക്ക് എത്തണമെങ്കിൽ കുറച്ചധികം അധ്വാനിക്കേണ്ടതുണ്ട്. ആ ടാർഗറ്റ് എത്തിപ്പിടിക്കുക അത്ര എളുപ്പവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിൽ നിന്നും ഇറങ്ങി ദക്ഷിണേന്ത്യയിലേക്ക് കൂടി ബി.ജെ.പി കണ്ണുവെക്കുന്നത്. അങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് കേരളത്തിനും തമിഴ്നാടിനുമാണ്. ഇതിൽ തന്നെ ബി.ജെ.പി ഏറ്റവും അധികം പ്രതീക്ഷ കൽപ്പിക്കുന്നത് തമിഴ്നാട്ടിലാണ്. നമുക്കറിയാം 370 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ തമിഴ്നാടും കേരളവും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തേ മതിയാവൂ. നിലവിൽ ഒറ്റ സീറ്റ് പോലും ബി.ജെ.പിക്ക് തമിഴ്നാട്ടിലില്ല. 2014-ൽ 5.5% വോട്ട് വിഹിതം നേടിയ ബി.ജെ.പി 2019-ലേക്ക് എത്തിയപ്പോൾ 3.67% ചുരുങ്ങിപ്പോയിരുന്നു. പക്ഷെ അതിനുശേഷമാണ് സംസ്ഥാന അധ്യക്ഷനായി കെ അണ്ണാമലൈ ചുമതലയേൽക്കുന്നത്. അണ്ണാമലയുടെ വരവോടുകൂടി ബി.ജെ.പി തമിഴകത്ത് കുറച്ചൊന്ന് മിനുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഉത്തരേന്ത്യയിൽ പയറ്റിയിരുന്ന ഹിന്ദുത്വ എന്ന ട്രാക്ക് ബി.ജെ.പി ആദ്യമായി മാറ്റിപ്പിടിച്ചത് തമിഴ്നാട്ടിൽ തന്നെയാണ്. തമിഴകത്ത് DMK-യുടെ അഴിമതിയും അതിനോടൊപ്പം കുടുംബാധിപത്യ രാഷ്ട്രീയവും നിരന്തരം അണ്ണാമലൈ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. സാധാരണ ബി.ജെ.പി പ്രവർത്തകരെയൊക്കെ സ്വാധീനിക്കാൻ അണ്ണാമലയുടെ ഈ ശൈലിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് പ്രവർത്തനത്തിൽ ഉൾപ്പെടെ കാണാനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി ഇത്തവണ തമിഴകത്ത് സീറ്റ് നേടുമെന്ന് പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞർ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നതും. എന്തായാലും മണ്ഡലത്തിൽ കേന്ദ്ര മന്ത്രിമാരെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ബി.ജെ.പി പ്രചരണം ആരംഭിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുമുണ്ട്. നമുക്കറിയാം പാലക്കാടും പത്തനംതിട്ടയിലും അദ്ദേഹം സന്ദർശനത്തിന് വേണ്ടി വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും സന്ദർശനം നടത്തിയേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ നരേന്ദ്രമോദിയേക്കാൾ ഉപരിയായി തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രി എൽ മുരുകൻ തന്നെയായിരിക്കും. നമുക്കറിയാം നീലഗിരി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ ഇതിനോടകം തന്നെ ക്യാമ്പ് ഓഫ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് തലയ്ക്ക് പിടിച്ചതിന് ശേഷമൊന്നുമല്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തന്നെ അവർ ഇത്തരത്തിലുള്ള ഒരു ഓഫീസ് തുറന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അതിനോടകം തന്നെ അവിടെ തുടങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുക എൽ മുരുകൻ തന്നെയായിരിക്കും. അണ്ണാമലയ്ക്കൊപ്പം തന്നെ അദ്ദേഹം പ്രവർത്തിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. വിരുദനഗർ, രാമനാഥപുരം, ശിവഗംഗ, തെങ്കാശി പോലെയുള്ള മണ്ഡലങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് എൽ മുരുകനുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് അത് സ്വന്തമാക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം ഈ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അണ്ണാ DMK-ക്ക് പകരമായി മറ്റ് ചില ചെറു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കങ്ങളും അവിടെ പുരോഗമിക്കുന്നുണ്ട്. സഖ്യത്തിൽ താല്പര്യമില്ല എന്ന് അണ്ണാമലൈ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ ചെറു പാർട്ടികൾക്കൊക്കെയുള്ള സ്വാധീനം വളരെ വലുതാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ. കേരളത്തിലും തമിഴ്നാട്ടിലും സീറ്റ് നേടിയെടുത്തെങ്കിൽ മാത്രമേ ഈ 370 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ബി.ജെ.പിക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ ഓരോ മണ്ണിലും അവിടുത്തെ രാഷ്ട്രീയം അറിഞ്ഞു തന്നെ പുതിയ തന്ത്രങ്ങൾ പയറ്റുന്നത്. അങ്ങനെ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രകൃതം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഉത്തരേന്ത്യയിൽ ഇനി അവർക്ക് സ്വന്തമാക്കാനുള്ളതായി പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പാർട്ടിക്ക് എത്രത്തോളം വളരാൻ പറ്റുമോ അതിന്റെ അങ്ങേയറ്റം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി പടർന്ന് പന്തലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് മുന്നിലുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അവിടെ ആവട്ടെ ഉത്തരേന്ത്യയിലെ പൊളിറ്റിക്സ് പയറ്റാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അതൊന്ന് മാറ്റിപ്പിടിച്ചുകൊണ്ട് ആ ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചുകൊണ്ട് തമിഴകത്ത് അവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന്റെ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അറിയാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.